ഹലോ, അസ്സലാമു അലൈക്കും. എടാ, നമ്മളെ 7ാം ക്ലാസ് അറബി പരീക്ഷയിലെ ഗ്രാമറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും വരുന്നൊരു ചോദ്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. കാന വെച്ചിട്ടുള്ള അല്ലേ, നമ്മൾ 4 വാക്കുകൾ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെയാണ് നിങ്ങൾ ഒന്ന് കാന അല്ലേ, മറ്റൊന്നോ സോറ, കാന ആയിരുന്നു എന്നാണ് അല്ലേ, സോറ. പിന്നെയോ ബാത്ത കഴിച്ചു കൂട്ടി, അസ്ബഹ ആയി തീർന്നു. ഇങ്ങനത്തെ വാക്കുകൾ 4 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ 4 വാക്കിനും കൂടി നമ്മൾ പറയുന്ന ഒരു പേരുണ്ട് കേട്ടോ. 4 അല്ല 8 ഉണ്ടെങ്കിൽ 4 പഠിക്കാനുള്ളത്. അതിന് പറഞ്ഞൊരു പേരാണ് കാന, കാനയാണ്. വ അഹ്വാത്തുഹ, അഹ്വാത്ത് എന്ന് പറഞ്ഞ സഹോദരിമാർ, സിസ്റ്റേഴ്സ്. കാനയുടെ സിസ്റ്റേഴ്സാണ് ആയിട്ടുള്ള വാക്കുകളാണ് ഏത്, ഈ വാക്കുകൾ. എന്തുകൊണ്ടാണ് കാനൻ്റെ സിസ്റ്റേഴ്സ് എന്ന് പറയണമെന്ന് അറിയാം നിങ്ങൾക്ക്? കാനല്ലേ, കാനക്ക് ഒരു നിയമമുണ്ട് അറബി ഭാഷയിൽ. അതേ നിയമം തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ കാനൻ്റെ നിയമം മാത്രം പഠിച്ചാൽ മതി, അതേ നിയമം ഇതിനൊക്കെ അപ്ലൈ ചെയ്താൽ മതി. കാന നിയമം എന്താ ഞാൻ പറഞ്ഞിട്ടെ, അത് നിങ്ങൾ ഈ വാക്ക് പഠിച്ചു വെച്ചോളി കേട്ടോ. എന്താ പഠിച്ചു വെക്കേണ്ടത്? കാനല്ലാഹു ഗഫൂറൻ പഠിച്ചു വെച്ചോളി. എന്താണ് കാനല്ലാഹു ഗഫൂറൻ? പഠിച്ചോ? കാനല്ലാഹു ഗഫൂറൻ. കാനയോ അതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്ന് ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വന്നാൽ അതിനോട് ചേർന്ന് വരുന്ന ഒന്നാമത്തെ സെൻറ്റൻസിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എപ്പോഴും എന്താവണം? ലമ്മാവണം, റഫർ ചെയ്യണം എന്നതിന് പറയാം. രണ്ടാമത്തെ അക്ഷരത്തിന് എപ്പോഴും 2 ഫത്തവും അലിഫും ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നസ്ബ് ചെയ്യുന്നതാണ് പറയാം കേട്ടോ. നിങ്ങളിത് പഠിച്ചു വെച്ചാൽ മതി. ഒന്നാമത്തെ കാനയോട് ചേർന്ന് ഒന്നാമത്തേന് എപ്പോഴും ലമ്മായിരിക്കും, രണ്ടാമത്തേന് എപ്പോഴും തൻമീൻ 2 ഫത്തവും അലിഫും ഉണ്ടാവും എന്ന്. പക്ഷേ ശ്രദ്ധിക്കുന്ന കാര്യത്തിലുള്ളൂ, ഈ താവ് വരില്ലടാ. ഈ താവ് വരുമ്പോൾ 2 ഇത് കൊടുക്കുമ്പോൾ അലിഫ് ഇടൂല. പിന്നെ എന്ത് ചെയ്യും? ഈ അംസ വരൂലേ, ഇത് 2 ഫത്ത ഇടുമ്പോൾ എന്തുകൊണ്ട് അലിഫ് ഇടൂല കേട്ടോ. ബാക്കി എല്ലാത്തിനും അലിഫ് ഇടേ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. എൽ മിസാൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാ, ബൈത്തു നലീഫുൻ. ഇവിടെ എന്തായി? സോറ. സോറ ആരപ്പുള്ള ആളാണ്? കാനൻ്റെ ഒപ്പമുള്ള ആളാണ് അല്ലേ. അപ്പോൾ സോറ വന്നപ്പോൾ അൽ ബൈത്തു ഒന്നാമത്തിന് ലമ്മാണ്, രണ്ടാമത്തിന് 2 ഫത്തവും അലിഫും വന്നുകൊണ്ട് നിങ്ങൾ നലീഫൻ മോഡലായത് കണ്ടില്ലേ? യെസ്. ഇനി നമ്മോട് പറയാണ് അൽ ഖിത്താറു സരീഉൻ എന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? മേലത്തെ കൊടുത്തതുപോലെ സോറ കൂട്ടി എഴുതണം. അപ്പോൾ നമ്മൾ സോറ കൂട്ടി എഴുതാണ് കേട്ടോ. നോക്കാം, നമുക്ക് ഇതിന് സോറ എഴുതി. സോറ എഴുതിയാൽ അൽ ഖിത്താറു ഒന്നാമത്തിന് ലമ്മല്ലേ അല്ലേ. സോറ കാനൻ്റെ നിയമം തന്നെയല്ലേ, ഇവർക്ക് എല്ലാവർക്കും ഒരേ നിയമമല്ലേ. അപ്പോൾ ഇവർ ഒന്നാമത്തിന് ലമ്മല്ലേ. അപ്പോൾ കാലൽ ഖിത്താറു, ഖിത്താറു ലമ്മായി. ഇനിയോ സരീഉൻ എന്നാണ് അവിടെ ഉള്ളത്. പക്ഷേ സോറ വന്നുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ സോറ കൂട്ടി എഴുതുമ്പോൾ സരീഉൻ പോരാ, സരീഅൻ ഗഫൂറൻ രൂപത്തിൽ എഴുതണം. കാനല്ലാഹു ഒന്നാമത്തിന് ലമ്മാണ്, കാനല്ലാഹു ഗഫൂറൻ രണ്ടാമത്തിന് ഫത്തഹാണ്. മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി കാന എഴുതും. ഇതാണ് അൽ കലമു ജദീദൻ. കാന കൂട്ടി എഴുതാണ്, കാന കൂട്ടി കാന എഴുതി. അപ്പം ഇനി കലമു എഴുതുമ്പോൾ ഒന്നാമത്തിന് എന്ത് ചെയ്യണം? ലമ്മ് ഉണ്ടാ. കാനൽ കലമു ഒന്നാമത്തിന് ലമ്മാണ്. ജദീദുൻ എന്നാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം? കാന വന്നുകൊണ്ട് ജദീദും പറ്റൂല, ജദീദൻ എന്ന് വരണം. ക്ലിയറായോ? യെസ്. അങ്ങനെ ഈ റൂൾസ് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പിന്നെ എക്സാമ്പിൾസും ഇതൊക്കെ ഇതേപോലെ പൂരിപ്പിക്കുക കേട്ടോ. ഓക്കെ, ഇതാണ് നിയമം. കാനയോ അതിൻ്റെ കൂട്ടത്തിൽ ഏത് വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇങ്ങനെയാണ് എക്സാം ആൻസർ ചെയ്യേണ്ടത്. ക്ലിയറായല്ലോ? അപ്പോൾ ഇത് മനസ്സിലാക്കുക, മനസ്സിലാത്ത റിപ്പീറ്റ് ചെയ്ത് കാണുക. ഇനി മനസ്സിലായി ഇഷ്ടപ്പെട്ടാലോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, അവർക്കത് മനസ്സിലായിക്കോട്ടെ. ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമൻസും ചെയ്യണം കേട്ടോ, മറക്കില്ലല്ലോ. ശരി, അസ്സലാമു അലൈക്കും.